അപ്പോൾ ഇത്രയും ഓപ്പൺ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് പ്രൈവസി കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ. കാരണം നമ്മളെപ്പോഴും ഓരോരോ പണികളുമായിട്ട് തിരക്കിലായിരിക്കും. ചിലപ്പോൾ അടുക്കളയിലായിരിക്കും, ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും ഫുഡ് കഴിക്കായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ആരെങ്കിലും ഒരാൾ എപ്പോഴും ചിലപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ കുട്ടികളാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരെന്താണ് ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, അത് ആഡ് ആയിക്കോട്ടെ, അല്ലാത്ത പ്രോഗ്രാംസ് ആയിക്കോട്ടെ, കാർട്ടൂൺ ആയിക്കോട്ടെ, എന്താണെങ്കിലും അവരെന്താണ് ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് എപ്പോഴും ഒരു ശ്രദ്ധ, നമ്മുടെ ഒരു കണ്ണ് വേണം, നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം അവർക്കും വേണം. അപ്പോഴാണ് നമുക്ക് കുട്ടികൾക്ക് എന്തൊക്കെയാണ് അവർക്ക് ഈ മീഡിയയിലൂടെ കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ ഒരു ഒറ്റ റീസൺ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ട്, ഇത്രയും ഓപ്പൺ ആയിട്ട്, നമ്മൾ പണ്ടുള്ള വീടുകളിലൊക്കെ അങ്ങനെയാണല്ലോ, ഡൈനിങ് ഹാളിലാണ് നമ്മൾ ടി വി ഉണ്ടാവുക. ഇപ്പം അങ്ങനെയല്ല, ടി വി എല്ലാവരും ടി വിക്കായിട്ട് പ്രത്യേകം ഏരിയ, പ്രത്യേകം തിയേറ്റർ ഒക്കെ വീടിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ട് സൗണ്ട് പോലും പുറത്തേക്ക് വരാത്ത രീതിയിൽ നമ്മൾ റൂം സെറ്റ് ചെയ്ത് വെക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്കെപ്പോഴും കുട്ടികൾ കൂടെ ഇരുന്നിട്ട് ടി വി കാണാനൊന്നും പറ്റൂല. കുട്ടികൾ എന്താണ് ഇതിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അവരുടെ പ്രായത്തിൽ ശരിയേതാണ് തെറ്റേതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു പ്രായത്തിൽ, അതിനിപ്പോൾ ടീനേജ് ആയിക്കോട്ടെ, എന്നാൽ പോലും നമ്മുടെ ഒരു കണ്ണ് വേണം, നമ്മുടെ ഒരു ശ്രദ്ധ വേണം. അവർ തെറ്റായത് കാണുമ്പം അത് കാണാൻ പാടില്ല എന്നും ശരിയായതിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്യാനൊക്കെ ഉത്തരവാദിത്തമുള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും അവരെ വാച്ച് ചെയ്തുകൊണ്ട് ഇരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു പാരൻ്റാണ് ഞാൻ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.